ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ ഇല്ലെങ്കിൽ ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സേമിയാണ്. അപ്പോൾ വണ്ണം കുറഞ്ഞിട്ടുള്ള സേമിയനെ എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള കുനാഫയുടെ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ണമില്ലാത്ത സേമിയനെ എടുക്കുക. ഇനി ഈ ഒരു സേമിയ നനയാൻ ആവശ്യത്തിന് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി, ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ നനഞ്ഞ് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കുക കേട്ടോ, ഓയിൽ എടുക്കരുത്. ഓയിൽ ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നല്ല പോലെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗളിലായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു സൈഡിലേക്കും ആ ഒരു സെൻറ്റർ ഭാഗത്തും എല്ലായിടത്തും നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ വറുത്തിട്ട് അങ്ങനെ ഈ ഒരു സേമിയ വറുത്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ഇട്ടിട്ട് നല്ലപോലെ സേമിയ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിൽ നമുക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ സേമിയ ഓവനിൽ വെച്ചിട്ട് ഞാനിത് നല്ലപോലെ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രിസ്പായിട്ട് ബേക്കായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാലും കസ്റ്റർഡ് പൗഡറും പഞ്ചസാരയും കൂടെ നല്ലപോലെ കുറുക്കിയെടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് നമ്മൾ, പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ തണുത്തിട്ടുള്ള കസ്റ്റർഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലാണ് ഇത് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മിക്സ്ഡ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രൂട്ട്, ഇപ്പോൾ മാങ്ങയോ പഴമോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സ് അത്യാവശ്യത്തിന് നല്ലപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചതും കൂടെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ സോസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒക്കെ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഒന്നുമില്ലെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സേമിയയുടെ ആ ഒരു ബേസാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.